everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാസ് 12ന്റെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻവെർട്ടിബിൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, a function f such that x to y is defined to be invertible if there exists a function g such that y to x such that g of f equal to ix and f of g equal to iy, then that function is inverse of f or f inverse. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ, നമുക്കൊരു ഫംഗ്ഷൻ തരാണ് എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ തരാണെന്നുണ്ടെങ്കിൽ എഫ് മാപ്പ് ചെയ്യുന്നത് എക്സ് ടു വൈയിലേക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് എഫ് മാപ്പ് ചെയ്യുന്നത് എക്സ് ടു വൈയിലേക്കാണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ജി വൈ ടു എക്സിലേക്ക് മാപ്പിംഗ് വരണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എന്നും അതുപോലെ തന്നെ എഫ് ഓഫ് ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ വൈ എന്നും ഫംഗ്ഷൻ വരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും ആ ഫംഗ്ഷൻ എന്താണെന്ന് ഇൻവേർട്ടിബിൾ ആണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഇൻവേഴ്സ് ആണ് എന്നുള്ളത്. ഒന്നും കൂടെ എന്താ പറയുക ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഫംഗ്ഷൻ 1,1ഉം അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷൻ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾക്ക് തന്നിരിക്കുകയാണ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി, അവിടെ ആ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1,1 ആൻഡ് ഓൺ ടു ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അത് 1,1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻസ് എന്ത് ചെയ്യണം, അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Let f such that f map x to y be a function defined as f of x equal to 4x plus 3 where y equal to y belongs to n such that 4x plus 3 4 sum x belongs to n. Show f is invertible, find inverse എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ എഫ് എൻ ടു വൈ ആണെങ്കിൽ അത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജി മാപ്സ് എങ്ങോട്ടായിരിക്കും, നേരെ തിരിച്ചു വരും അല്ലേ, അതാണ് ഞാൻ വൈ ടു എൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അത് വൈ ടു എൻ ആയിരിക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x plus 3 എന്നാണ് തന്നിരിക്കുന്നത്. സോ ഞാൻ അതിൻ്റെ വൈൻ്റെ ഫോമിലേക്ക് ആക്കുമ്പോൾ y that is equal to 4x plus 3 എന്ന് നമുക്ക് പറയാം. അതായത് എക്സ് ടു വൈ വൈ ടു എക്സ് രണ്ടും മാച്ചിങ് ആണല്ലേ, അതായത് രണ്ടും അങ്ങോട്ടും പോകുന്നുണ്ട് തിരിച്ചും ഇങ്ങോട്ടും വരുന്നുണ്ട്. സോ നമുക്ക് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എൻ ടു വൈയും വൈ ടു എന്നും ആണ് പറഞ്ഞിരിക്കുന്നത്. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എക്സിലാണ് തന്നിരിക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ നാച്ചുറൽ നമ്പറിലെ ഒരു ഡൊമൈൻ ആയിരിക്കും. സോ നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് എക്സ് ഈക്വൽ ടു വൈ മൈനസ് 3/4 എന്ന് നമ്മൾ ആക്കുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഞാൻ ഈ ഫംഗ്ഷൻ കൊടുക്കുകയാണ്, എക്സിന് ജി ഓഫ് വൈ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ജി ഓഫ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3/4 എന്നാവും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ജി ഓഫ് എഫ് എന്നുള്ളത് ഐ എക്സ് ആണെന്നും എഫ് ഓഫ് ജി എന്നുള്ളത് ഐ വൈ ആണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ജി ഓഫ് എഫ് ഞാൻ ആദ്യം എടുക്കുകയാണ്. സോ ജി ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. ജി ഫംഗ്ഷനിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക, അതിൽ എക്സിലത്തെ ഫംഗ്ഷനിൽ നമ്മൾ വൈൻ്റെ വാല്യൂ കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യാറ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജി ഓഫ് എന്ത് വരും, എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 4x plus 3 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക, 4x plus 3 minus 3. ഓക്കെ, ഇവിടെ ഈ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ 4x plus 3 minus 3/4 എന്ന് വരും. അതായത് എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താ വരുന്നത്, y മൈനസ് 3/4 ആണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്താവും, 4ഉം 4ഉം കട്ടായി പോവും, 4ഉം 4ഉം അതൊരു കോമൺ നമ്മൾ പുറത്തേക്ക് എടുക്കണം, അങ്ങനെ പോകണം. അതുപോലെ തന്നെ ഇവിടെ 3 minus 3 എന്ന് പറയുന്നത് എന്താവും, 0. ഓക്കെ, പ്ലസ് 3 minus 3 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ എക്സ് എന്ന് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ എഫ് ഓഫ് ജി ചെയ്യാൻ
ആണ്. എഫ് ഓഫ് ജി എന്ന് പറയുന്നത് നമുക്ക് ഐ വൈ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ് വരിക? എഫ് ഓഫ് ജി ഓഫ് വൈ. ജി ഓഫ് വൈൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചിട്ടിട്ടുണ്ട്. y മൈനസ് 3/4 ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് y മൈനസ് 3/4 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ ഈ 4x പ്ലസ് 3ൻ്റെ എക്സിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 ഇൻറ്റു y മൈനസ് 3/4 പ്ലസ് 3 എന്ന് വരും. ഓക്കെ, കോമൺ 4 കോമൺ വരുമ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ പ്ലസ് 3യും മൈനസ് 3യും, സോ അത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് നമുക്ക് വൈന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ എന്താ പറയുന്നത്? ജി ഓഫ് എഫ് എന്ന് പറയുന്നത് എക്സ് ഫംഗ്ഷൻ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ ഐ എക്സ് എന്നുള്ള ഫംഗ്ഷനിലാണ് നമുക്ക് കിട്ടിയത്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ജി ഓഫ് എഫ് ആണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം വരേണ്ടത് ഏതിലാണ്? എക്സിൻ്റെ ഫോമിൽ മാത്രം വരണം. അതുപോലെ തന്നെ എഫ് ഓഫ് ജി ആണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഐ എക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ നമുക്ക് എന്ത് വരണം? വൈൻ്റെ ഫോമിൽ ഉത്തരം വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ജി ഓഫ് എഫ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. സോ ഐ എൻ ഐ അത്. ഓക്കെ, അതുപോലെ തന്നെ എഫ് ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വൈ ആണ്. സോ നമുക്ക് ഐ വൈ എന്ന് തന്നെ കൊടുക്കാം. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ. ഇനി നമ്മൾ പറയാൻ പോണത് രണ്ട് തിയറംസ് ആണ്. തിയറംസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് ഇഫ് എഫ് മാപ്സ് എക്സ് ടു വൈ, ജി മാപ്സ് വൈ ടു സെഡ് ആൻഡ് എച്ച് മാപ്സ് സെഡ് ടു എസ് ആർ ഫംഗ്ഷൻസ്. അങ്ങനെ 3 ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ദെൻ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എഫ് എക്സ് ടു വൈ, ജി വൈ ടു സെഡ്, എച്ച് എന്ന് പറയുന്നത് സെഡ് ടു എസ്. ഓക്കെ, അങ്ങനെ 3 ഫംഗ്ഷൻസ് തന്നിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഈ 2 ഫംഗ്ഷൻസ് സെയിം ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൂഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് എച്ച് ഓഫ് ജി ഓഫ് എഫ് അല്ലെ? അപ്പോൾ ജി ഓഫ് എഫ് ആണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രാക്കറ്റിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എച്ച് ഓഫ് ജി ഓഫ് എഫിൽ അപ്പോൾ എന്താ വരിക? എച്ച് ഓഫ് ജി ഓഫ് എഫ് അല്ലേ? അപ്പോൾ എഫിന് പകരം എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? അത് എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. അതായത് എച്ച് ഓഫ് ജി ഓഫ് എഫ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ എച്ച് ഓഫ് ജീനെ അവിടെ നിർത്തുക, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആദ്യം ഇതിന് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എച്ച് ഓഫ് ജിയുടെ ഫംഗ്ഷൻ കാണാനായിട്ട്. സോ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് വരിക. സോ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ, ഈ 2 ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഇങ്ങനെ 3 ഫംഗ്ഷൻസ് തരികയാണ്. എക്സ് ടു വൈ, വൈ ടു സെഡ്, സെഡ് ടു എസ് എന്നുള്ളൊരു ഫംഗ്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ 2 ഫംഗ്ഷൻസും ഈക്വൽ ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എച്ച് ഓഫ് ജി ഓഫ് എഫ് ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എഫ് എന്നുള്ള ഫംഗ്ഷൻ സാറ്റിസ്ഫൈഡ് ആണോ, അതായത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഇൻവേർട്ടിബിൾ ഫംഗ്ഷനിൽ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് സച്ച് ദാറ്റ് എക്സ് ടു വൈ ആൻഡ് ജി സച്ച് ദാറ്റ് വൈ ടു സെഡ് ആണെന്ന് വിചാരിക്കാം. 2 ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ആണ് അവർ രണ്ടുപേരും. ദെൻ എന്തായിരിക്കും? ജി ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. വിത്ത് ജി ഓഫ് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ജി ഓഫ് എഫ് ഈക്വൽ ടു ഐ എക്സ് എന്നും എഫ് ഓഫ് ജി ഈക്വൽ ടു ഐ വൈ എന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത്? ആ 2 ഫംഗ്ഷൻസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ഇൻവേർട്ടിബിൾ ആവും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജി ഓഫ് എഫ് എന്നുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കും. ജി ഓഫ് എഫ് ഇൻവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും വരിക? നേരെ തിരിഞ്ഞു വരില്ലേ? അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിലോ ജി ഓഫ് എഫ് ഇൻവേഴ്സ് ആണെന്ന് എഫ് ഓഫ് ജി ഇൻവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക? ജി ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻവേഴ്സ് എന്നും കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എഫ്, അതായത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു 1/x എന്ന് പറയുന്നതും അതുപോലെ തന്നെ y ഇൻറ്റു
1/y എന്ന് പറയുന്നത് നമുക്ക് എന്താ വരുന്നത്, ഈക്വൽ ആയിട്ടല്ലേ വരിക, രണ്ട് സൈഡിലും 1 എന്നാണ് നമുക്ക് കിട്ടുക. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എന്ത് വരും, ജി ഓഫ് എഫ്. ജി ഓഫ് എഫിന്റെ ഇൻവേഴ്സ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഒരു ഇൻവേഴ്സും ഒരു എന്താ പറയുക ഇൻവേഴ്സ് ഇല്ലാത്തതും കൂടെ നമ്മൾ ഓഫ് കാണുകയാണെന്നുണ്ടെങ്കിൽ, കോമ്പോസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടാം, എക്സിന്റെ ഫംഗ്ഷൻ കിട്ടും, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ് കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ജി ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താവും, ഐ സെഡും വരണം. അതായത് ഈ സെയിം ഫംഗ്ഷനെ എടുത്തിട്ട് നമുക്ക് ഐ എക്സും അതുപോലെ തന്നെ ഐ സെഡും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒന്ന് എക്സിന്റെ ഫംഗ്ഷനിലും ഒന്ന് സെഡിന്റെ ഫംഗ്ഷനിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ തിയറം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് പറയാനായിട്ട് പറ്റും.